ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ കാർത്തിക് സുബ്രാജിന്റെ സൂര്യ, പൂജ ഹെഗ്ഡെ, ജയറാം അതുപോലെ ജോജി ജോർജ് കൂട്ടുകെട്ടിന്റെ റെട്രോ മൂവി റിലീസ് ആയേക്കാണ്. ഫസ്റ്റ് തന്നെ സൂര്യണ്ണന്റെ ഒരു കംബാക്ക് ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു ആവറേജ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അത്ര ടോപ്പ് ഒന്നും ഇല്ല. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു പോയേണ്ട ഒരു പടമായതുകൊണ്ട് തന്നെ എനിക്കിതൊരു ആവറേജ് അനുഭവമാണ് ഫീൽ ചെയ്തത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു സിംഗിൾ ഷോട്ട് ഫൈറ്റ് ഒക്കെ ഉണ്ട് ഒരു കല്യാണ വീട്ടിൽ നടക്കുന്നത്. അത് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോൾ ഏതാണ്ട് ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്കൊരു അതിരി ഒരു ജിഗർദണ്ഡ ഫീൽ അടിക്കും. ഒരു ജിഗർദണ്ഡ ഡബിൾ എക്സ് നമ്മൾ ആ പടം കണ്ടിട്ടില്ലേ, ആ ഒരു ഫീല്. അതുപോലെ തന്നെ മറ്റേ ജഗമേ തந்திരത്തിന്റെ ഒരു ക്ലൈമാക്സ്, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ സൂര്യയുടെ ആക്ടിങ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിക്ക് പുള്ളി പറഞ്ഞ സാധനം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ആക്ടിങ്. അതുപോലെ തന്നെ ജോജി ജോർജിന്റെ ആക്ടിങ് കുഴപ്പമില്ല. ഒരു താനൂസിന്റെ കൈകളൊക്കെ ഉണ്ട്. അത് പറയണില്ല, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുപോലെ തന്നെ പൂജ ഹെഗ്ഡെക്ക് ഡബിങ് വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഈ പടത്തിൽ ഡയലോഗ് കുറവാണ്. കുറച്ച് അവിടെ ഇവിടെ കുറച്ച് ഡയലോഗുകൾ നമുക്ക് ആദ്യം തോന്നും പുള്ളിക്കാരി ഒരു ഊമയായിരുന്നു എന്ന് തോന്നും. പക്ഷെ ഊമയല്ല, എന്നാലും ഡയലോഗ് ഡെലിവറി കുറവാണ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ജയറാമേട്ടന്റെ കാര്യം പറയണ്ട ഒരാവശ്യമില്ല. നല്ല രീതിക്ക് വെറുപ്പിക്കലായിരുന്നു ഉള്ളത് പറയാലോ. പുള്ളീനെ കാണിക്കുന്ന സീനൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പിന്നെ ഇതിലൊരു വില്ലൻ കഥാപാത്രം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിക്ക് അയാൾ നല്ല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. അയാളെ പേര് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ പ്രകാശ് രാജിന് വലിയ റോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് പുള്ളി വന്നു പോകുന്നുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കഥാപാത്രം ഒന്നും ഇല്ല. ഗുഡ് ബാഡ് അഗ്ലി പോലെ തന്നെ ഇതിൽ മൂന്ന് ഇതായിട്ടാണ് പറയുന്നത്: ലവ്, ലോഫർ, വാർ. ലവ് നല്ല രീതിക്ക് ഫസ്റ്റ് ഹാഫ് മൊത്തം ലവ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനോട് എത്തുമ്പോൾ അതിൽ ലോഫറും കൂടി കയറി വരും. അതിന് ഈ ലവും ലോഫറും ആയിട്ട് പോകാൻ നിൽക്കുന്ന നേരത്ത് സെക്കൻഡ് ഹാഫ് പകുതി എത്തുമ്പോഴാണ് വാറ് വരിക. സത്യം പറഞ്ഞാൽ ഈ വാറ് വരുമ്പോഴാണ് ഈ പടത്തിന് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആ ഒരു ട്രാക്ക് കറക്റ്റ് ആയിട്ട് മിസ്സായി പോണത്. അതുവരെ ഒരു പ്രേമത്തിലൂടെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന പടം വാർ എത്തുമ്പോൾ ഒരുമാതിരി വിജയണ്ണന്റെ പടം പോലെ രക്ഷകൻ പടമായിട്ട് മാറും. പിന്നെ അങ്ങോട്ട് പടം നല്ല രീതിക്ക് ഡൗൺ ആയിട്ട് പോവുക. പിന്നെ ഒരു രക്ഷകൻ വൈബ്, അങ്ങനെയാണ് ആ പടം പോണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജഗമേ തന്ത്രത്തിൽ ക്ലൈമാക്സിൽ ധനുഷ് തോക്കും പിടിച്ച് നേരെ പീറ്ററിന്റെ റൂമിൽ പോകുമ്പോൾ പീറ്റർ ഒരു തോക്കും പിടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണില്ലേ, ആ ഒരു സീൻ കറക്റ്റ് ഈ പടത്തിലുണ്ട്. അതേപോലെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഒന്നാമത്തത് സൂര്യയുടെ ആക്ടിങ് നല്ല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷ് നാരായണന്റെ BGM. ഈ പടം കുറച്ചു നേരം നമ്മളെ നല്ല രീതിക്ക് എടുത്തു പോകണമെങ്കിൽ ഇതിന്റെ BGM ആണ്. ഇതിന്റെ BGM ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. BGM പറയണ്ട, BGM വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സീൻ ഉണ്ട്, അതായത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. പടം മൊത്തം കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ്. അത് നല്ല രസമുണ്ടായിരുന്നു, നല്ല രീതിക്ക് കണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ തന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എന്ന് വെച്ചിട്ട് അത്ര മോശം പടമൊന്നുമല്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് അത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇറ്റ്സ് മീ ടൈംസ് വിത്ത് ആകാശ്. അപ്പോൾ ഓക്കെ, ബൈ.